നമ്മളവിടെ വണ്ടി വെച്ചിട്ട് കയറുകയാണ്. ആ ലൊക്കേഷൻ ഞാൻ മാപ്പിൽ അടയാളപ്പെടുത്തിയിട്ട് ഡിസ്ക്രിപ്ഷനിലിടാം. ഫസ്റ്റ് ലൊക്കേഷൻ പോയിൻ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. അവിടുന്ന് നമുക്ക് മണിക്കുന്ന് മലയിലേക്ക് നടന്ന് കയറണം. ഇത് മുട്ടിൽ മല ഞാൻ കയറിയിട്ട് വീഡിയോ യൂട്യൂബ് ചാനലുണ്ട്. ആ വീഡിയോ കണ്ടാൽ മതി. ആ വീഡിയോ വന്ന് അതേ റോഡാണ്, കുറച്ചും കൂടി മുന്നോട്ട് വരണമെന്നേ ഉള്ളൂ. ഓക്കെ, എന്തായാലും ഈ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് പിന്നെ നടന്നിങ്ങനെ പോകണം. നമുക്ക് നടന്ന് കയറിയിട്ട് വേണം മലമുകളിലെത്താൻ. ഓക്കെ, എന്തായാലും പോയി നോക്കാം. ബാക്കി അവിടെ എത്തിയിട്ട് ഞാടാ നമ്മളിതാ ഇങ്ങനെ സ്പോട്ടിലെത്തും. കുറച്ച് മേലേക്ക് കയറിയാൽ മതി കേട്ടോ, വണ്ടി വെച്ച് കൊടുത്തുനിന്ന്. അവിടുന്ന് പിന്നെ നമ്മൾ നേരെ മേലേക്കുള്ളതുണ്ട്. ഇത് പറമ്പിലേക്കൊക്കെ ഉള്ള വഴിയാണ്. അതിലെ പോകാതെതാ ഇവിടുന്ന് ഇങ്ങനെ കാട്ടിലേക്ക് കയറണം. അതിനൊരു അടയാളം എന്ന് പറയാൻ ഇതാ ഇവിടെ ഒരു പോസ്റ്റ് കാണാം. ആ പോസ്റ്റിൽ നിന്ന് നേരെ ലെഫ്റ്റ് എടുത്തിട്ട് കാട്ടിലേക്ക് കയറണം. പിന്നീട് കാട്ടിക്കൂടിയാണേ. ഇവിടുന്ന് തകരപ്പുല്ലൊക്കെ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഇങ്ങനെ കുറച്ച് നടക്കാം. അത്യാവശ്യം നല്ല വിധത്തിങ്ങനെ വഴിയൊക്കെ കാണാം കേട്ടോ. അതുകൊണ്ട് നല്ല സുഖമായിട്ട് കയറാൻ പറ്റും നമുക്ക്. നമ്മൾ അവിടെ കണ്ട ആ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, ആ പാറയൊക്കെ അവിടെ നമുക്ക് കുറച്ച് ശ്രമിച്ച് പിന്നെ നമ്മൾ ടോപ്പിലേക്ക് പോകാനുണ്ട്. വീണ്ടും കാട്ടിക്കൂട് തന്നെ, അതായത് ആ മലയിടിക്കുന്ന ഒരു കാടാണ് എന്താണ് കാട്. ആ കാട്ടിക്കൂട് വീണ്ടും മുന്നോട്ട് പോയിട്ട് വേണം നമുക്ക് ഏറ്റവും ടോപ്പിലേക്ക് എത്താൻ. നമുക്ക് പോയത് പോണോ? പോവാ, സമയമുണ്ടല്ലോ. ഇതാണ് ടോപ്പ് കേട്ടോ. മുന്നേ ദൂരെ കാണുന്ന ടോപ്പ് എത്തണം. നമുക്കിത് അതിൻ്റെ മേലേക്കാട്ടോ എത്തണ്ടേ. ഇതിലേ ഇങ്ങനെ പോകണം. ഓക്കെ, ഇതാണ് ഇവിടുത്തെ വ്യൂ. ഇന്ന് ഭയങ്കര എയറിൽ ഭയങ്കര മേഘങ്ങളാണ്, മഴമേഘം. അതുകൊണ്ട് തന്നെ നല്ല തണുത്ത കാറ്റും ഒക്കെ. ഈ കാട്ടിൽ കൂടെയാണ് നമ്മളിങ്ങോട്ട് വന്നത്. ഇനി ഈ സൈഡ് പിടിച്ച് ഇങ്ങനെ വഴിയുണ്ട്, അങ്ങനെ കയറി പോകണം. അത് നമുക്ക് പോയി നോക്കാം. ഓക്കേ, ആ വഴി വീട് നമ്മളെ കാടിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഇങ്ങനെ പോകണം കേട്ടോ. എന്നിട്ട് നമുക്ക് ആ മലമേൽ എത്താൻ പറ്റുള്ളൂ. നോക്കാം. ഓക്കെ, നമ്മൾ ഓൾമോസ്റ്റ് അതിൻ്റെ ഒരു ഹൈറ്റിലെത്തി. ഇപ്പോൾ കാട് കടന്ന് വീണ്ടും തകരപ്പുൽ മേടുകളിലേക്ക് എത്തിയിരിക്കുന്നു. ഓക്കെ, നമുക്ക് അവിടെ കുറച്ച് കാടുകളും കൂടി ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ കഴിഞ്ഞ് ഈ കാടുകളും കഴിഞ്ഞിട്ട് വേണം ആ പാറയിലെത്താൻ. എന്തായാലും പോയി നോക്കാം.
നല്ല രസമുള്ള ക്ലൈമ്പിംഗ് ആയിരുന്നു. നമ്മൾ ഏകദേശം ടോപ്പിലെത്തി കഴിഞ്ഞു. എന്താ പറയുക, ഓവർ ഹൈറ്റുകൾ പിടിച്ച് കയറാറില്ലെങ്കിലും ഈ കാട് പുൽമേട് അങ്ങനെ വന്നിട്ടുള്ളൊരു ക്ലൈമ്പിങ് ഒരു രസമായിരുന്നു. വലിയ ഹാർഡൊന്നുമല്ല, നോർമലായിട്ട് നമുക്ക് പതിയെ നടന്ന് കയറാവുന്നതേ ഉള്ളൂ. എങ്കിലും നല്ലൊരു അഡ്വഞ്ചറിങ് ഫീൽ ചെയ്യുന്നൊരു ക്ലൈമ്പിങ് തന്നെയായിരുന്നു. നമുക്കെന്തായാലും മുകളിലേക്ക് പോയി നോക്കാം. കാരാപ്പുഴ ഡാമിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് അവിടെ കാണുന്നത്. ഞാൻ മേലെത്തിയിട്ട് വിശദമായിട്ട് നമ്മൾ വന്ന വഴി ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. എവിടേക്ക് വാ, എന്താ ചൂട്ടാ ഈ കാണുന്ന പാറയിലാണ് നമ്മൾ ഫസ്റ്റ് നിന്ന വ്യൂ പോയിന്റ് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ വന്ന് നമ്മൾ ആ കാട്ടിലേക്ക് കയറി. ഇത് ഏത് കാടാണ്? ഈ കാട്ടിനുള്ളിൽ കൂടെ വന്ന് പിന്നെ പുൽമേട് കയറി. അങ്ങോട്ടേക്കൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് പോവാം. അവിടെയൊക്കെ പാറകളൊക്കെ ഉണ്ട്, പോയിരിക്കുകയാണ്, ഇതാക്കാനൊക്കെ പറ്റും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊക്കയാണ്. ഈ കാടിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ടാണ് അങ്ങോട്ട് പോകാൻ. നമുക്ക് അങ്ങോട്ട് പോയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. തൊട്ട് മുന്നിൽ കാണുന്ന ഇത് കണ്ടോ, ഇത് മൂടിയിരിക്കുക. ഇതുണ്ടോ മലയുടെ ഷെയ്ഡ്. ഇതാണ് നമ്മുടെ വയനാട്ടിലത്തെ ഏറ്റവും ടോപ്പായ ചെമ്പ്ര പീക്ക്. എന്നിട്ട് അത് നമ്മൾ ടോപ്പിലെത്തി. നമ്മുടെ മുന്നിൽ കാണുന്ന ഇതാണ് മുട്ടിൽമലയുടെ ഒരു വീഡിയോ ചാനലുണ്ട്, മാക്സിമം എല്ലാവരും കാണണം. ഇതാണ് നമ്മുടെ മണിക്കുന്ന് മലയുടെ ഏറ്റവും ടോപ്പ്. ഞാൻ പറഞ്ഞില്ലേ, ചെമ്പ്ര പീക്കാണ് ഈ കാണുന്നത്. മേഘം മൂടിയിരിക്കുകയാണ്. ഏറെക്കുറേക്ക് ആകാശം തെളിഞ്ഞു വരുന്നുണ്ട്. നമ്മുടെ ആ കാണുന്നതാണ് അമ്പൂത്തിമല കേട്ടോ. അമ്പൂത്തിമലയുടെ ഒരു വീഡിയോ ഉണ്ട് ചാനലിൽ. ഈ അമ്പൂത്തിമലേൻ്റെ തൊട്ടുമുന്നിൽ ഈ കാണുന്നതാണ് നമ്മുടെ ചീങ്ങേരി മലയുടെ വീഡിയോയും ഈ ചാനലിലുണ്ട്. പിന്നെ
ആ കാണുന്നതാണ് കുളകപ്പാറേൻ്റെ ഒരു വീഡിയോ ചാനലിലുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും പോയി ചാനലത്തെ മറ്റു വീഡിയോസും കാണണം. പിന്നെ ഇവിടേക്ക് പിടിച്ച് കയറാനുള്ളൊരു ഇതെന്ന് പറയുന്നത്, നമ്മൾ ഇതിൻ്റെ ടോപ്പിലേക്ക് ആ അമ്പലം ഞാൻ കാണിച്ചു തന്നല്ലോ, ആ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ പാറേൻ്റെ മേലേക്ക് പിടിച്ച് കയറാൻ 2 വിടവഴി, പാറകളുടെ വിടവ് കൂടെ പിടിച്ച് കയറുക. അത് നല്ല രസമുള്ളൊരു എക്സ്പീരിയൻസാണ്. മാക്സിമം എല്ലാവരും വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. ഓക്കെ, ഇവിടെ നമുക്ക് കൃത്യമായിട്ട് നമ്മളൊന്ന് വഴിയൊക്കെ കാണാൻ പറ്റും. അതാണ് നമ്മൾ ഫസ്റ്റ് ഇരുന്ന പാറകൾ. ആ പാറകളിൽ നിന്ന് ആ ഇന്ത്യൻ്റെ സൈഡിൽ കൂടെ വന്നിട്ട് ഈ കാടിനുള്ളിൽ കൂടെ കയറിയിട്ട് ഈ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ടാണ് നമ്മൾ ഇവിടേക്ക് എത്തി കേട്ടോ. അത് അവിടേക്കൊക്കെ പോകാൻ പറ്റും നമുക്ക്. നമ്മുടെ സമയം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെയൊക്കെ പോയിട്ട് വീഡിയോ എടുക്കാം. ഫോണത്തെ ചാർജ് ചെയ്യാറായിട്ടുണ്ട്. ഓക്കെ, ഏകദേശം നമ്മൾ 1 മണിക്ക് കയറാൻ തുടങ്ങിയതാണ്. 2 മണിയായപ്പോഴത്തേക്ക് ഇതിൻ്റെ ടോപ്പിലെത്തി. കുറച്ച് നടന്ന് കയറാനുണ്ട്, എങ്കിലും വലിയ എഫേർട്ട് ഇടാതെ പതുക്കെ നടന്ന് കയറാവുന്നതേ ഉള്ളൂ. രസമാണ്. നമ്മൾ ഇതിലാണ് കയറിയത്. ഈ ഗ്യാപ്പ് കൂടെ നല്ല രസമായിരുന്നു. ഇപ്പോൾ കയറുമ്പോൾ വീഡിയോ എടുക്കാൻ വിട്ടുപോയി, അതുകൊണ്ട് ഇറങ്ങുന്ന വീഡിയോ എടുക്കുന്നത്. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ ആ അമ്പലം ഉള്ളത്.